ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് കാത്തിരുന്ന ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നാളെ ദുബായ് പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പോവണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഇനി സക്സസ് ആയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്, ഫസ്റ്റ് പ്ലേസ്, അതിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് എന്റെ മുഖത്ത് കാണാനില്ലേ? നാളെയാണ് ആ ഒരു ദിവസം, നമ്മള് സ്വപ്നം കണ്ട ആ ദിവസം. അപ്പോ ഞങ്ങൾ ഇനി പെട്ടി പയക്കാൻ പോവാണ്. ഈ കണ്ട സാധനങ്ങൾ ഫുള്ളും ആ പെട്ടിയിൽ കയറ്റാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇത് മുഴുവൻ പേരായിട്ടാണ് ഞങ്ങള് പെട്ടിയിൽ വെക്കുന്നത്. അധികം ഡ്രസ് ഒന്നും കൊണ്ടുപോകണില്ല, കാരണം ഞങ്ങള് ഒരു 1 month ഇല്ല, കുറച്ച് ദിവസത്തേക്കാണ് പോണത്. എനിക്ക് ഇനി ഈ മൺഡേ 9th സ്റ്റാർട്ട് ചെയ്യട്ടോ ഫ്രണ്ട്സ്. അപ്പൊ 9th സ്റ്റാർട്ട് ചെയ്യണ കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ വരുന്നുണ്ട്. അതെ, അപ്പോ ഞങ്ങള് മുത്തൂസ് ഈ ബാഗിലാണ് മുത്തൂസിന്റെ വെക്കുന്നത്. രണ്ടും ഈ ബാഗിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്സ്. അപ്പൊ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു ട്രോളി ബാഗിലാണ് വെക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ളത് ഇതിലും, ഡ്രസ്സ് കുറച്ച് ഇതിൽ വെക്കണം. പിന്നെ അച്ചാറ്, എന്റെ മാമൻ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അച്ചാറ് കൊണ്ടുപോകുന്നുണ്ട്. അച്ചാറ്, പിന്നെ എന്റെ ഉണ്ണിയപ്പം, ബീഫ് വരട്ടിയത്, അതെ, ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള വെയിറ്റ് ഇതിൽ ബാലൻസ് ചെയ്യണം അറിയില്ല. അതുകൊണ്ട് എന്റെ കുറച്ച് ഡ്രസ് ഈ ഒരു ട്രോളിയിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വിസ്യം ടിക്കറ്റും ആണ്. അമ്മേരെ ഫോട്ടോ നോക്കൂ ഫ്രണ്ട്സ്. എന്റെ ഫോട്ടോ നോക്കൂ ഫ്രണ്ട്സ്. ഇനി നെക്സ്റ്റ് ഉണ്ട് കേട്ടാ, നെക്സ്റ്റ് മുത്തൂസിന്റെ ഫോട്ടോ. മുത്തൂസാണ് തോന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ ടിക്കറ്റാണ്, അത് ഞങ്ങളുടെ ടിക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പാക്കിങ് തുടങ്ങാണ്. നാളെ ഇടാനുള്ള ഡ്രസ്സ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സാണ് മുത്തൂസ് ഇടുന്ന ഡ്രസ്സ്, ഇതാണ് കേട്ടോ. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ടോപ്പാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് നല്ല ഭംഗിയാണ്. അത് ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഞാൻ ട്രയലൊക്കെ ഇപ്പൊ നാളേക്കുള്ളത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഹെയർ എല്ലാം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ സെറ്റ് ആക്കി. അപ്പൊ ഇതാണ് എൻ്റെ ടോപ്പ്. പിന്നെ ഞാൻ ബ്ലാക്ക് കളർ ബാഗി ജീൻസ് ആണ് ഇടുന്നത്. കാർഗോ ജീൻസ് ആണ് ഞാൻ ഇടുന്നത്. അമ്മ ഇപ്രാവശ്യം ഭയങ്കര മോഡേൺ ആണ് ഫ്രണ്ട്സ്. അമ്മ മോം ഫിറ്റ് ആണെന്ന് തോന്നുന്നു. ബാഗി എന്ന് പറയാം. മമ്മി ഒരു ജീൻസ് കടന്നേക്കാണ്. അമ്മ ഫസ്റ്റ് ടൈം ആണ് ജീൻസ് ഇടാൻ പോകുന്നത്. അത് മുത്തൂസിന്റെ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ഞാൻ അമ്മേനെ ഇങ്ങനെ കിടന്ന് നിർബന്ധിക്കായിരുന്നു ഫ്രണ്ട്സ്. അമ്മേനെ പിന്നാലെ ഞാൻ നോക്കിയത് ജീൻസ് വാങ്ങ. അങ്ങനെ എന്റെ ചെല്ലി സഹിക്കാൻ പോയി അമ്മ വാങ്ങിയതാണ് ഫ്രണ്ട്സ് ഈ ജീൻസ്. അപ്പൊ ഞങ്ങള് പതുക്കെ പാക്കിങ് തുടങ്ങട്ടെ കേട്ടോ. ഫസ്റ്റ് പെയർ വെക്കുന്നത് ഈ ഒരു സ്കേർട്ടാണ്. സ്കേർട്ട് വെക്കുന്നുണ്ടാ? സ്കേർട്ടാണ്. പിന്നെ വെക്കുന്നത് എന്താന്ന് വെച്ചാ നമുക്ക് ഇത് ഒരു ടോപ്പ്, ഇതിന്റെ കൂടെ ഒരു കോട്ട്, ഓവർ സൈസ് ആയിട്ട് ഒരു കോട്ട്. നമുക്ക് ഷർട്ടായിട്ട് ഇടാത് അല്ലെങ്കിൽ കോട്ടായിട്ട് ഇടാൻ. കണ്ടോ, ഇഷ്ടപ്പെട്ടത്. ഇത് മുത്തൂസിന്റെ സെലക്ഷൻ ആണ് കേട്ടോ. മുത്തൂസിന്റെ ഡ്രസ് ഒക്കെ മുത്തൂസിന്റെ സെലക്ഷൻ തന്നെയാണ്. എനിക്കിഷ്ടം, അമ്മയ്ക്ക് ഇഷ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ എനിക്കിഷ്ടം തന്നെ എടുത്തു. ഫസ്റ്റ് പെയർ മുത്തൂസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഷിമ്മീസ് വെച്ചില്ലേ മുത്ത്? ഇന്നർ വെയർ വെച്ചില്ലേ? ഇതിന് വേണ്ട. ഇതിന് വേണ്ട, ഇതിന് ഉണ്ട്. ഓക്കെ. നല്ല ഭംഗിയില് മടക്ക് മുത്തേ, ചുളിക്കാണ്ട് മടക്ക്. മുത്തൂസിന് മടക്കാൻ അറിയുന്നില്ല ഇപ്പൊ. അപ്പൊ ഫസ്റ്റ് പെയർ മുത്തൂസ് റെഡിയാക്കി. ഇത് ടിക്കറ്റും വിഷയം വെക്കാട്ടോ, അല്ലെങ്കിൽ കോപ്പിയും. ഇത് ഞങ്ങൾ കയ്യിൽ പിടിക്കുന്ന ബാഗാണ് കേട്ടോ. ഹാൻഡ് ബാഗ് ആണ്, ക്യാബിനിക്ക് കയറ്റാനുള്ളതാണ്. അതില് 7 കിലോനെ പാടുള്ളൂ കേട്ടോ മുത്തേ. ബ്ലാക്ക് ചോക്ക്. ഇത് നമ്മൾ വൈമാളിന്ന് വാങ്ങിയതല്ലേ? അല്ലേ, വൈമാളിന്ന് വാങ്ങിയതാണ്. നാളെ ഇടുന്നത് അല്ലേ? പിന്നെ ഇന്നസ്റ്റുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങള് ഹൈലൈറ്റ് മാളിന്ന് വാങ്ങിച്ചതാണ്. അതെ, അത് അയൺ ചെയ്യണം മുത്തേ? വേണ്ടേ? വേണ്ട. ഇത് ഞാനൊരു മടക്കട കുട്ടാ, നന്നായി മടക്ക്, അല്ലെങ്കിൽ അത് ചുളിഞ്ഞിരിക്കില്ല. ഇത് ഞാനൊരു എസ്തെറ്റിക് വൈബ് നോക്കി എടുത്തതാണ് കേട്ടോ. അപ്പൊ 3 ജോഡി കൊണ്ടായാൽ മതി. പിന്നെ ഒരു ജോഡി ഇടുന്നില്ലേ മുത്തേ? ഇനി ഏതാണ് അടുത്തത് മുത്തൂസ്? എല്ലാം വാഷ് ചെയ്ത് ഇവിടെ ഒരുമിച്ച് കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിന്ന് സെലക്ട് ചെയ്യണം. പിന്നെ ഈ ഒരു ഷർട്ട് അതാ ഇടുന്ന. അതിന്റെ ഒപ്പം ആ ജീൻസ് തന്നെ ഇട്ടത്. ഈ പാന്റ് കൊണ്ടുപോകണ്ട? അതില്ല, വേണ്ട. കൊറേ പാന്റ് വേണ്ടല്ലോ. ശരി, അപ്പൊ കൊറേ പാന്റ് വേണ്ട. പിന്നെ ഞാൻ അവിടെ റൂമിൽ ഇടാനായിട്ട്
ഇങ്ങനെ ആറ്റുനൂറ്റി വാങ്ങിയതിന്റെ ഒരു ട്രൗസേഴ്സ് ആണ്. ട്രൗസേഴ്സ് 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 ട്രൗസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. കാരണം പോക്കറ്റ് ഉണ്ട്. പോക്കറ്റ് ഉണ്ട്, പോക്കറ്റിൽ കൈയിട്ട് എടുക്കാം. അതിനുള്ള ബനിയൻ ഉണ്ടോ? ബനിയൻ ഇത് സെലക്ട് ചെയ്യാം. ഇതിന്ന് സെലക്ട് ചെയ്യാല്ലേ ഈ കൂട്ടത്തിൽ? 2 ബനിയൻ എടുത്താ. ഓക്കെ ഓക്കെ. ഇത് റൂമിലിടണതായത് കൊണ്ട് കണ്ടോ, നോർമലി എൻ്റെ ഉള്ളത് തന്നെയാണ് എടുക്കുന്നത്. ഇത് എടുക്കാല്ലേ? അതെടുത്തോ. പിന്നെ ഒരു വൈറ്റ് ടോപ്പ് ഇട്ടോ. അത് വെക്കണ്ട, വേണ്ട. ഓക്കെ, 2 ട്രൗസേഴ്സ് അല്ലേ ഉള്ളു, അപ്പൊ 2 ടോപ്പ് മതി. മുത്തൂസിന്റെ ഡ്രസ് പാക്കിങ് കഴിഞ്ഞില്ലേ? ആ മുത്തൂസിന്റെ ഒരു തോർത്തും കൊണ്ട് മുത്തൂസിന്റെ വെച്ചോ. 2 ഉണ്ട്. അതൊരെണ്ണല്ലോ. അപ്പൊ മുത്തൂസിന്റെ തോർത്തും കൊണ്ട് വെച്ചു. ഓക്കെ, മുത്തൂസിന്റെ കഴിഞ്ഞില്ലേ? മുത്തൂസിന്റെ ഡ്രസ് പാക്കിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ? ട്രോളി ആയതുകൊണ്ട് കുഴപ്പമില്ല. അതന്നെ, ട്രോളി ചെയ്തുകൊണ്ട് വലിച്ചുകൊണ്ട് കിടക്കാം. കുറച്ചധികം കളർ ഹെയർ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളത് എടുക്കാട്ടോ. അത് വേണ്ട കുട്ടാ, അത് ആവശ്യമുള്ള കളർ ഹെയർ വെച്ചാ മതി. അതെല്ലാം എന്തിനാ വെറുതെ കൊണ്ടുപോകുന്നേ? ഒരു പപ്പ് പിന്നെ ഈ റെഡ് ആൻഡ് യെല്ലോ വെക്കുന്നുണ്ട്. പിന്നെ നാളെ ഞാൻ ഇവിടെ പോവാനായിട്ട് ഒരു റെഡ് വെക്കുന്നുണ്ട്. കണ്ടോ, റെഡ്. ഇതാണ് മുത്തൂസ് നാളെ വെക്കുന്നത്. മേക്കപ്പ് ഐറ്റംസ് മേക്കപ്പ് നാളെ ചെയ്തിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എൻ്റെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യട്ടെ കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അമ്മ ഉണ്ടക്കളം. ഞാൻ 2 മാക്സി വെക്കുന്നുണ്ട് കേട്ടോ. അത് വീട്ടിലിടാനായിട്ട്, റൂമിലിടാനായിട്ട് 2 മാക്സി വെക്കുന്നുണ്ട് കേട്ടാ. നെയ്റ്റി മാക്സിം സെയിം അല്ലേ? അതെ അതെ. ഇനി ഞാനൊരു എൻ്റെ ഒരു ചുരിദാറുള്ളത് വെക്കുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ചുരിദാർ. നല്ല ഇട്ടെന്ന് തോന്നില്ല. ഇത് നല്ല സുഖമായിട്ട് ഇങ്ങനെ. അപ്പൊ ഒരെണ്ണം വെച്ചു. ഇനി എന്താണ്? ഇനി ഇത് വെക്കാം. ഏതാ? പിന്നെ ഇത് ഞാനിപ്പോൾ എടുത്ത ചുരിദാറാണ് കേട്ടോ ഫ്രണ്ട്സ്. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ ഫ്രണ്ട്സ്? കമന്റ് ചെയ്യണേ. ഇത് മടക്കി വെക്കുകയാണ്. ഇത് ഞാൻ ഇടാന്ന് വിചാരിച്ചേ, പിന്നെയാണ് വേറെ ജീൻസ് വാങ്ങിയത്. 1 2 ജോഡി 3 ജോഡി വെച്ചാ മതിയല്ലേ? ഇത് വെച്ചാ മതി അല്ലേ? അത് വേണോ? ഇത് മതിയല്ലേ? ഏത്? ഇതാ 2 ജോഡി. പിന്നെ ഇത് വേണം മുത്തേ. അമ്മയ്ക്ക് ജീൻസിന്റെ ഒരു ടോപ്പ് വെച്ചോ. 2 ടോപ്പ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അമ്മയ്ക്ക്. ഓക്കെ, ഇത് പുതിയത് വാങ്ങിയ ചുരിദാറിന്റെ പാന്റാണ് കേട്ടോ. ഇത് അയൺ ചെയ്യണോ? വേണ്ട, അത് നമ്മൾ പാൻസ് ഡ്രസ് കവർ ചെയ്യില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇത് വെക്കാം അല്ലേ? ഒരു ബ്ലൂ പാൻസ് വെക്കണം. അല്ലെങ്കിൽ വേറെ ഡ്രസ്സിന് ജീൻസ് തന്നെ പെയർ ചെയ്താൽ മതി. അതന്നെ ജീൻസ് വെച്ചോ. ഇത് മുത്തൂസിന്റെ ഒരു ബനിയൻ വേണ്ടല്ലേ? അത് വേണ്ട. അമ്മയുടെ ജീൻസിന്റെ ഒരു കുർത്തിയാണ് കേട്ടോ ഫ്രണ്ട്സ്, ഷോർട്ട് കുർത്തി. ഇത് നമ്മൾ വൈമാളിന്ന് എടുത്തതല്ലേ? ഹൈലൈറ്റ് അല്ലേ? അല്ല, വൈമാളിന്ന് എടുത്തതാണ് കേട്ടോ ഫ്രണ്ട്സ്. കുർത്തി എന്നല്ല പറയാ, ഷോർട്ട് കുർത്തി. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ഷോർട്ട് കുർത്തി ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇടാൻ പോവാണ് കേട്ടോ. മുത്തൂസിന് ഷോർട്ട് കുർത്തി വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ മുത്തൂസിന് പറ്റിയ ഷോർട്ട് കുർത്തി ഇതുവരെ കിട്ടുന്നില്ല. അപ്പൊ എന്റെ ഡ്രസ്സ് പാക്കിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുത്തൂസ് ഇവിടെ കുറച്ച് ചിപ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് വെക്കാണ്. തോർത്തുകൊണ്ട് വെച്ചില്ല, ചെറിയ തോർത്തുകൊണ്ടായി, കുഞ്ഞത്. ചിപ്സ് വെക്കാണ് കേട്ടോ പെട്ടിയില്. കായ വറുത്തത് വാങ്ങിയിട്ടുണ്ട്. ചക്ക വറുത്തത്, കായ വറുത്തത്. ഇത് റൂമിൽ കഴിക്കേണ്ടതാണ്. കൊള്ളപ്പൊക്കെ പൊടിയാവും. അമ്മ പൊട്ടാത്തത് നോക്കി മനസ്സിലാണ്ടോ? അമ്മാവയ്ക്ക് മുത്തൂസ് വയ്ക്കുമ്പോ അത് അമർത്തല്ലേ എന്ന് പറയുന്നേ. പക്ഷെ അത് അവിടെ ചെല്ലുമ്പോ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇനി ഇതിലെന്ത് വെക്കണം? ഇതിലിനി അച്ചാറുകൾ വെക്കുന്ന മുത്തേ. അപ്പൊ ഞങ്ങളുടെ പാക്കിങ് ഇത്രയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പാക്കിങ് അച്ചാറൊക്കെ പാക്ക് ചെയ്യട്ടെ കേട്ടോ. അച്ചാർ പാക്ക് ചെയ്യാം നമുക്ക്. അച്ചാർ പാക്ക് ചെയ്യാം നമുക്ക്. മുത്തൂസിന്റെ ബാഗ് തൂക്കം നോക്കാൻ കേട്ടോ. 3.5
3.5 കിലോനുള്ള അപ്പൊ നമുക്ക് അതിൽ കുറച്ച് ഡ്രസ്സുകൾ വെക്കാം. മുത്തൂസിന്റെ ബാഗിൽ എൻ്റെ കുറച്ച് ഡ്രസ്സുകളും വെക്കാം മൊത്തം. ഇതിലിപ്പോൾ നമുക്ക് ചിപ്സ് തന്നെ വെക്കാം, ചിപ്സും അച്ചാറുകളും തന്നെ വെക്കാം. സെറ്റ്. ഓക്കെ, ആ ബാഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അച്ചാറുകൾ നമുക്ക് പാക്ക് ചെയ്തിട്ട് ഈ ബാഗും സെറ്റ് ആക്കാം. ആദ്യം അച്ചാർ പാക്ക് ചെയ്യാം. വാ. ഓക്കെ, മീൻ അച്ചാറാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് വെയിറ്റ് നോക്കണം മുത്തു. 1.5 കിലോ. 1.5 കിലോനുള്ള മാങ്ങച്ചാറാണ് ഇത്. മാങ്ങച്ചാറ് കുപ്പിയിലാക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ മുത്തൂസ് ഇവിടെ കോരി കഴിക്കുന്നുണ്ട്. മുത്തൂസ് അത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ആക്കാൻ. മതി മുത്തൂസേ, ഇത് എന്താണിത്? മാങ്ങച്ചാർ. നല്ലോണം മിക്സ് ചെയ്യും എല്ലാം കൂട്ടി. അതന്നെ, വലിയ സ്പൂൺ കിട്ടോ മുത്തൂസ്? മതി മുത്തൂസേ, ഇതെന്തോട്ടാ മുത്തൂസേ? മാങ്ങച്ചാറിന് മാങ്ങച്ചാറ് മീനച്ചാറൊക്കെ ഇടുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും കണ്ടുനോക്കണേ. ഞാൻ ടാപ്പ് ചുറ്റട്ടെ? ടാപ്പ് ചുറ്റിക്കോ. ഇതിന്റെ മേലെ ഒരു ടാപ്പ് ചുറ്റണം കേട്ടോ. ടാപ്പ് ചുറ്റിയിട്ട് വേണം പിന്നെ ടാപ്പ് ചുറ്റാൻ കേട്ടോ. അറിഞ്ഞ പൊറിഞ്ഞ ചുറ്റാ. ലീക്കായാ പോയി. മതി മതി, ഇതെന്താണ് ചുറ്റണം മുത്തേ? വെയിറ്റ് നോക്കണത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അതൊന്ന് നിലത്ത് എടുക്കാനോ മുത്തേ? 3 കിലോ. 3 കിലോ ശരി. 1.5 അച്ചാറും ചെപ്പുകൾ ഇനി ഒരു പാക്കിംഗ് കവറിലാക്കിയിട്ട് ഒട്ടിക്കാണ് കേട്ടോ. ഫുൾ സേഫ്റ്റിയാണ് അലോത്തെ. അല്ലെങ്കിൽ ഇത് ഡ്രസ്സിലെങ്ങാനും എണ്ണ പകർന്നാലോ എന്നുള്ളൊരു. പകർന്നാ കത്തിക്കല് കഴിഞ്ഞു. അപ്പോൾ അച്ചാറ് വേറൊരു പാക്കിംഗ് കവറിലാക്കിയിട്ട് പാക്കിംഗ് കവർ ഒട്ടിക്കാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ ഇനി പോണ സ്ഥലം നമ്മുടെ പെട്ടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഒട്ടിക്കാൻ കേട്ടോ. കോക്ക് കൊച്ചി ടു ഷാർജ ആണ് ഈ കോക്ക് SH. പിന്നെ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പെട്ടി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ പെട്ടി ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. കോക്ക് ടു കൊച്ചി ടു ഷാർജ ആരാധ്യ. അപ്പൊ നമ്മുടെ പെട്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നാളെയാണ് ഇതിൽ വെക്കാനുള്ള ഫൈനൽ സംഭവങ്ങളൊക്കെ റെഡി ആവുള്ളൂ. നാളെ വെക്കാം. ഞങ്ങൾ പിന്നെ ഒരു വേപ്പില കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് വേപ്പിലുള്ള കാരണം അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കിടക്കാം. അപ്പൊ നാളെ കാണാം ഫ്രണ്ട്സ്. ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിത് പാക്കറ്റിലാക്കാൻ പോവാണ്. ബീഫ് ഫ്രൈ റെഡിയാക്കുന്ന വീഡിയോ ഒന്നും ഞങ്ങൾ പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് പിടിക്കാനുള്ള ടൈം കിട്ടിയില്ല. ബാക്കിയുള്ള പാക്കിങ് ഇന്നാണ് കേട്ടോ. അടുത്തത് ഉണ്ണിയപ്പാണ് കേട്ടോ. ഉണ്ണിയപ്പം നല്ല മുട്ടത്തലയും കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടോ. നല്ല ഉണ്ണിയപ്പായി. നല്ല കണ്ട സ്പോഞ്ച് പോലെ. അപ്പൊ ഇനി ഉണ്ണിയപ്പം പാക്ക് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങളുടെ പെട്ടി പാക്കിങ് കഴിഞ്ഞു. എനിക്ക് മേക്കപ്പ് ചെയ്തിട്ട് വേണം പെട്ടി ക്ലോസ് ചെയ്യാൻ. കാരണം എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഇതിൽ വെക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു ചിപ്സും വേണ്ടി ആയല്ലോ മൊത്തേ. ചിപ്സ് അച്ചാറ് പെട്ടി ആയിണ്ട് ഏകദേശം. പെട്ടി പാക്കിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇനി മുത്തൂസിന് റെഡി ആവണം, എനിക്ക് റെഡി ആവണം. സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. 10:15. 9 മണി. 9 മണിയായി. 9 മണി ആവണ്. അപ്പോൾ ഇനി ഞങ്ങൾ 10:15 വണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10:15 വണ്ടി വന്ന് 2 മണിക്കാണ് ഫ്ലൈറ്റ്. 2:30. നമുക്ക് ലോക്കല്ലേ. ഓക്കെ, അപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ചപ്പത്തിന് ബെൽറ്റില്ല. അച്ചപ്പത്തിന് ബെൽറ്റില്ല, കുഴപ്പമില്ല. അച്ചപ്പൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്കും പൊടിയാവോ. പെട്ടി പാക്കിങ്ങിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.